ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള സർവ്വ ദുർരിയത്തുകളെയും അല്ലാഹു പുറപ്പെടുവിച്ചു. സർവ്വ അർവാഹുകളും മനുഷ്യരുടെ അർവാഹുകളെ മുഴുവനും അല്ലാഹു പുറപ്പെടുവിച്ചു. അന്ന് അല്ലാഹു തആല അർവാഹികളെ മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതേ സമയത്ത് സ്വർഗമില്ല, ദുനിയാവില്ല, മറ്റൊന്നുമില്ല. ആ ഒരുമിച്ച് കൂടിയ ആത്മാക്കളോട് അല്ലാഹു ചോദിച്ചു, ഫമാദാ തത്ലുബൂൻ വമാദാ തഖ്സിദൂൻ, എന്താണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്, എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഒന്ന് പറഞ്ഞോളൂ. അന്ന് ഒരുമിച്ച് കൂടിയ സർവ്വ അർവാഹുകളും പറഞ്ഞു, ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഈ ദിക്ർ അന്ന് വന്നതാ. അല്ലാ, നീയാണ് ഞങ്ങളെ മഖ്സൂദ്, നീയാണ് ഞങ്ങളെ മത്ലൂബ്. നിന്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് വേണ്ടത്, നിന്റെ പൊരുത്തമാണ് ഞങ്ങളെ ലക്ഷ്യം. ഇതങ്ങ് പറഞ്ഞു. ഒരു മനുഷ്യന്റെ ആത്മാവും അന്ന് ഒഴിവല്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ ദുനിയാവ് പടച്ചു. ഈ ദുനിയാവ് പടച്ചിട്ട്, അല്ലെങ്കിൽ ദുനിയാവിന്റെ കൃത്യമായിരിക്കുന്ന ഫിലിം ഈ ആത്മാക്കൾക്ക് മുമ്പിൽ കൂടി അല്ലാഹു നടത്തി. എന്തൊക്കെ സൗകര്യങ്ങളാ, എന്തൊക്കെ സുഖങ്ങളാ, എന്തൊക്കെ ആഡംബരങ്ങളാ, എന്തൊക്കെ ആകർഷണീയ വസ്തുക്കളാ, സുന്ദരികളായ പെണ്ണുങ്ങളാ, അല്ല സുന്ദരമായ വസ്ത്രങ്ങളാ, പരിപാടിക കൊട്ടാരങ്ങളാ, ആർഭാടമുള്ള വാഹനങ്ങളാ, നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളാ, ഉയർന്നു നിൽക്കുന്ന ഫ്ലാറ്റുകളാ, കൊട്ടാര സമാനമായ വീടുകളാ, അത്യന്താധുനിക സൗകര്യങ്ങളാ. ഈ ദുനിയാവ് സർവ്വ ആഡംബരങ്ങളോടെ, സർവ്വ ഭംഗികളോടെ, സർവ്വ കാര്യങ്ങളോടുകൂടി പടച്ച റബ്ബി അർവാഹുകളുടെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അല്ലാഹു തആല അങ്ങ് വെളിവ്